എൻ്റെ പേര് മുരളീധരൻ നമ്പൂതിരി. പിന്നെ കണ്ണൂരാണ് താമസം. മൃദംഗശൈലി ശ്രീ ക്ഷേത്രത്തിന് സമീപത്ത് ആണ് താമസിക്കുന്നത്. ഇവിടെ ഭാഗവത സപ്താഹത്തിന് ആയിട്ട് വന്ന സമയത്ത് പുതിയൊരു നാടാണ്. അപ്പം ഇവിടുത്തെ അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ നല്ലൊരു അനുഭവമായിട്ട് തോന്നി. കാരണം ഒരു ഭാഗവത സപ്താഹം നടത്തുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ ഉള്ളൊരു അനുഭവമാണ് ഉണ്ടായത്. ഭാഗവതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും നമുക്ക് ഭക്തി എന്നുള്ളതാണ്. ഭഗവത് ഭക്തിയെ പ്രചോദിപ്പിക്കുക, അതുപോലെ ജ്ഞാനം, അറിവുണ്ട്, അതിനായിട്ടുള്ള അറിവുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഭാഗവത സപ്താഹം നടത്തുന്നത്. അപ്പോൾ എൻ്റെ ഗുരുനാഥൻ തന്നെയാണ്. കണ്ടമംഗലം പരമേശ്വരൻ നമ്പൂതിരിയാണ് ആചാര്യനായിട്ടുണ്ടായിരുന്നത്. കൂടെ ഉണ്ടായിരുന്നത് പുല്ലൂർ മണിവർണ്ണ നമ്പൂതിരിയാണ്. രണ്ടുപേരുടെയും ഏറ്റവും നല്ല സപ്പോർട്ട് ജനങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലൊരു അനുഭവമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ തോന്നിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഒരു ഭാഗവത സപ്താഹം കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചു എന്ന് തന്നെയാണ് തോന്നുന്നത്. മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ കണ്ട് നല്ല രീതിയിൽ ഇത് നടത്തിക്കൊണ്ടുപോകാനായിട്ട് സാധിച്ചു എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. പിന്നെന്താണെന്ന് വെച്ചാൽ ഈ 7 ദിവസത്തെ അനുഭവം നല്ലൊരു അനുഭവമായിട്ട് തോന്നി. ഈ ഒരു പുതിയ ദേശം, അവിടുത്തെ ജനങ്ങളുടെ ഭാഗവത സപ്താഹത്തോടു കൂടിയുള്ള ഇങ്ങനെ ആധ്യാത്മിക കാര്യങ്ങളോടുള്ള താല്പര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സമീപനമായിട്ടാണ് തോന്നിയത്. വെറുതെ ആഘോഷങ്ങൾ എന്നുള്ളതിനപ്പുറം ജ്ഞാന സമ്പാദനം എന്നുള്ളതും അത് നിത്യജീവിതത്തിൽ എങ്ങനെ പകർത്തണം എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളാണ് ചർച്ചയായിട്ട് വന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്.